ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഏതായാലും രാവിലെ അക്ബറും അനിമോളും തമ്മിൽ ഒന്ന് ഏറ്റുമുട്ടി. കാരണം വളരെ നിസ്സാരമാണ്, എടോ പോടോ വിളിയാണ് ഇതിന് കാരണമായി മാറിയത്. അക്ബറും അനിമോളും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പം ഷാനവാസും അനിമോളും തമ്മിൽ ആങ്ങള പെങ്ങൾ റിലേഷൻ ഇവിടെ കളിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. അപ്പം കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടു, ആ പെങ്ങൾക്കൊരു വീട് എന്ന് പറഞ്ഞിട്ട് പലരും കളിക്കുന്നതും അത് സോഷ്യൽ മീഡിയ എടുത്തിട്ട് അലക്കുന്നതും നമ്മൾ കണ്ടതാണ്. ഈ പ്രാവശ്യം അങ്ങനെയൊരു രീതി ഷാനവാസും അനിമോളും തമ്മിലുണ്ട് എന്നാണ് അക്ബറിൻ്റെ ഒരു കണ്ടുപിടുത്തം. അതിനിടയിൽ അനിമോൾ ഷാനവാസിനെ പോടോ എന്ന് വിളിക്കുന്നുണ്ട്. അനിമോളിനെ തിരിച്ച് അക്ബർ എടി എന്ന് വിളിക്കുന്നു. അപ്പം എടി എന്ന് വിളിക്കാൻ പാടില്ലെന്ന് അനിമോളുടെ പറച്ചിൽ. അപ്പം അക്ബർ പറയുന്നു, എന്നെ എടോ എന്ന് വിളിക്കാമെങ്കിൽ നിന്നെ എടി എന്ന് വിളിക്കുന്നതിൽ എന്താണ് തെറ്റ്? അപ്പോൾ അനിമോൾ പറയുന്നു, എടോ എന്ന് സാധാരണ എല്ലാവരെയും വിളിക്കുന്നതാണ്, അതുപോലെ ഞാനും എടി എന്ന് എല്ലാവരെയും വിളിക്കുന്നതാണ് എന്ന് അക്ബറിൻ്റെ വാദം. ഏതായാലും അക്ബറിനെ പറഞ്ഞു തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് അനിമോൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകുകയും അനിമോളുടെ അവിടെ ഒരു ഗെയിം ചേഞ്ച് ഉണ്ട്, അത് കൃത്യമായിട്ട് കൊള്ളേണ്ടടുത്ത് കൊണ്ടു എന്നുള്ളതാണ്. അക്ബറിനെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായ അനിമോൾ ഉടൻ തന്നെ ഇന്നലത്തെ വിഷയം എടുത്തിടുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തു, സേഫ്റ്റി ടാങ്കിൻ്റെ വിഷയം. അത് രേണു സുധിയെ ഒരു കാരണവശാലും നിങ്ങളിങ്ങനെ വിളിച്ചത് ശരിയായില്ല, നിങ്ങൾ സ്ത്രീകളെ അവമാനിക്കുന്നവരാണ്, സ്ത്രീകളെ ബഹുമാനിക്കാൻ അറിയാത്തവരാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ചൊറിഞ്ഞ് അക്ബറിനോട് സംസാരിക്കാൻ ചെയ്തു. അക്ബർ സാധാരണ രീതിയിൽ അക്ബർ എല്ലാവരെയും ചൊറിയുന്ന ഒരു മത്സരാർത്ഥിയാണ്. അനീഷിൻ്റെ വേറെ ഒരു ടൈപ്പ് എന്ന് അക്ബറിനെ വിശേഷിപ്പിക്കാം. ഏതായാലും അക്ബർ പറയുന്നത് അനീഷിനെ പോലെ നമുക്ക് അത്ര ഇറിറ്റേറ്റായി എനിക്ക് തോന്നിയില്ല. പക്ഷേ അവിടുത്തെ മത്സരാർത്ഥികൾ പലരും അക്ബറിനെ ഒരു പേടിയോട് മാത്രമേ കാണുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അത് എടുത്തിടുകയും അത് ട്വിസ്റ്റ് ചെയ്ത് താനും അക്ബറും തമ്മിലുള്ള വഴക്ക് രേണു സുധിയും അക്ബറും തമ്മിലുള്ള വഴക്കിലേക്ക് മാറ്റി. അതാണ് നമ്മുടെ അനുമോൾ എന്ന് പറയുന്ന ആ ബ്രില്യൻ്റ് ഗെയിമറുടെ കാര്യം. അത് അനുമോൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ്. തന്നിൽ നിന്ന് ഇത് പോകുന്നെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ അതിന് ശേഷമാണ് രേണുവും അക്ബറും തമ്മിൽ ഏറ്റുമുട്ടുന്നത്, ഇന്നലത്തെ വിഷയം തന്നെ. അപ്പോൾ അനുമോൾ ഊറച്ചിരിക്കുകയായിരിക്കും.